ഹായ് അപ്പം ഇന്ന് ഗൈസ് ഞാൻ ഈ ഹെൽമെറ്റ് അതായത് ഹാഫ് ഫേസ് ഹെൽമെറ്റിന് വൈസർ ഇട്ടാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ചിരിക്കണ്ട, ഒരു ചന്ദ്രനിൽ പോകുന്നൊരു ലുക്കുണ്ട്. അപ്പം ഇന്ന് നമ്മൾ സ്പൈഡർമാൻ കാണാൻ പോവുക. ഓക്കെ, അപ്പം കാർത്തിക്കുണ്ട്, അനന്തുണ്ട്, പ്രണവ് വരുന്നില്ല പറഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ഒരു വേറൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, അഭയ്. അപ്പം ഓൻ ഇതുവരെ ഞാൻ വ്ളോഗ് കാണിച്ചിട്ടില്ല. ഓക്കെ, അപ്പം നല്ലൊരു മഴ പെയ്ത് നിൽക്കുന്നൊരു കാലാവസ്ഥയാണ് ഇപ്പം. അപ്പം പോകുന്ന വഴിക്ക് ഇനി മഴ കിട്ടിയാലാണ് പ്രശ്നമാവുക. അപ്പം ഇപ്പം 9:30 ആവുന്നു. അപ്പം നമുക്ക് വേഗം പോകാൻ നോക്കാം. അധികം ലേറ്റ് ആക്കണ്ട. കാരണം എന്താ വെച്ചാൽ 10:15 സിനിമ തുടങ്ങുന്നത്. സമയമുണ്ട് പയ്യന്നൂർ എത്താനുള്ള. അർച്ചനയിലാണ്. അതുപോലെ തന്നെ അവർ റെഡി ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്, എന്നെ വെയിറ്റ് ചെയ്യുക. അപ്പം നമുക്ക് എന്തായാലും ഇനി നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, നമ്മൾ തിയേറ്ററിലെത്തി. അനന്തമുണ്ട്, കാർത്തിക്കുണ്ട്, അഭയ് വാഷ്റൂം പോയിട്ടല്ലേ. അപ്പോൾ നമുക്ക് വേഗം കയറാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്പൈഡർമാൻ കണ്ടിട്ട് നേരെ ഈ ജനതയിൽ വന്നിട്ടാണ്. സോ കാർത്തിക്കയുടെ പപ്സ് നിന്നുണ്ട്. പറ, എങ്ങനെയുണ്ടായി സ്പൈഡർമാൻ? സ്പൈഡർമാൻ നല്ല രസം ഉണ്ടായി. നല്ല രസം ഉണ്ടായി. അനന്തനോട് അനന്തോ ചായ കുടിക്കാൻ ഞങ്ങളൊക്കെ ചായ കയ്യിൽ കൊണ്ട് പൊള്ളി. ഓക്കെ, സിനിമ നല്ല സിനിമയാണ്. സ്പൈഡർമാൻ സിനിമകളിൽ സ്പൈഡർമാൻ സിനിമകളിൽ നോവേ ഹോമിൻ്റെ അത്ര നല്ലതല്ല, പക്ഷെ എന്നാലും ബ്രാൻഡ് ന്യൂ ഡേ പൊളിയായിരുന്നു. എന്ന് വെച്ചാൽ സ്പൈഡർമാൻ്റെ ഇത്തിരി കൂടെ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം. ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്ന പവർസ് ഇത്തിരി കൂടി എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാം റെയ്മിൻ്റെ സ്പൈഡർമാനെ പോലെ തന്നെ ആക്കിന്. എന്ന് വെച്ചാൽ സാം റെയ്മിൻ്റെ സ്പൈഡർമാൻ്റെ അതേ പവറും ഉണ്ട്, വെബ് ഫ്ലൂയിഡ്. അത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല, പക്ഷെ എന്നാലും അതേപോലെ ആവുന്നില്ല. ഞാൻ മെല്ലെ നമ്മളെ പ്രൈം സ്പൈഡർമാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്പൈഡർമാൻ 3 സ്പൈഡർമാനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അടുത്ത സിനിമ കൊണ്ട് ഭയങ്കര കഥ. പക്ഷെ നീ ഹാഫ് ടൈമിൽ പറഞ്ഞല്ല എന്ത് ബീഡ് സിനിമ രസമില്ല എന്നെല്ലാം. ഞാൻ സ്പൈഡർമാൻ കോമിക്സ് അടുത്ത വായിക്കുന്നില്ല, കുറച്ച് വായിക്കലുണ്ട്. പിന്നെ സ്പൈഡർമാനെ കുറിച്ച് അറിയാം. പക്ഷേ എല്ലാ സ്പൈഡർമാൻ വേർഷൻസിലും MJ അല്ലെ മേരി ജെയിൻ വാട്സൺ വിശ്വസിക്കാൻ പറ്റാത്ത സ്ത്രീയാണ്. അവൾ ചതിക്കും. അതുകൊണ്ട് അവളെ കൊല്ലാത്തതുകൊണ്ടായിട്ട് സംഭവം അത്രയും. പിന്നെ ജീൻ ഗ്രേ, അവൾ ഫ്യൂച്ചറിൽ ഡാർക്ക് ഫീനിക്സായി മാറും. MCU തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് വില്ലനായിരിക്കും. ഡാനോസിനെ തോപ്പിക്കാനുള്ള കഴിവുണ്ട് അവൾക്ക്. അതുകൊണ്ട് ഇപ്പം തന്നെ കൊന്നിനെങ്കിൽ നന്നായി ഞാൻ വിചാരിക്കും. അത്രയും ഇവിടെ ഒരാൾ പപ്സ് നിന്നുകൊണ്ടുണ്ട്. നമ്മളെ വ്ളോഗത്തെ പുതിയ ആള്. ഇങ്ങോട്ടോക്ക് എടാ ഒരു ഹായ്. പ്രണവില്ല. കാരണം എന്ന് വെച്ചാൽ എന്താ പ്രണവ് എന്തില്ലാത്ത MCU കാണില്ല, മാർവൽ സിനിമയൊന്നും കാണില്ല, ഫാന്റസി സിനിമയൊന്നും കാണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളിവിടെ ജനതയിൽ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടാ. ആനന്ദമൊന്നും ഒന്നും കഴിച്ചിട്ടാ അല്ലേ? ഒന്നും കഴിച്ചിട്ടാ. ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല, അതുകൊണ്ട് എണ്ണിക്കൊന്നും ഇത് വൈകി പോയി. 2 ഇഡ്ഡലിയും കഴിച്ചാൽ വന്നത്. പിന്നെ പൊക്കോൺ ഉണ്ടായിട്ടാ. ഇന്റർവെല് 3 മിനിറ്റാ, 5 മിനിറ്റിൽ കുറച്ചിനാ വരും. ഭയങ്കരമായിട്ട് പെട്ടെന്ന് തുടങ്ങിയ സിനിമ. നമ്മൾ പുറത്തിറങ്ങിയിട്ടാ, അനന്ത് പുറത്തിറങ്ങി എന്തോ വാങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ വാങ്ങാൻ പറ്റിയിട്ടാ. അതിന് മുമ്പേ തിരിച്ചു കയറി. നമ്മളിവിടെ ഈ പെട്രോൾ പമ്പിൻ്റെ ഈ സൈഡിൽ തന്നെയാണ് ഈ ജനത വരുന്നത്. ഗൈസ്, അപ്പം ഒഡീസിൻ്റെ ഇത് വരുമ്പോഴും ഇൻ്റർവെൽ കുറവായിരുന്നു അല്ലേ? കുറച്ച് ഉണ്ടായിട്ട് ഇൻ്റർവെൽ നമ്മൾ വരുമ്പോഴത്തേക്ക് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ഇവര് ജനനായക കാണാമോ? എടാ, വിജയൻ്റെ ലാസ്റ്റ് സിനിമ ആയിക്കൂലേ? അറിയില്ല. എടാ, എനക്കാളെ മുഖ്യമന്ത്രി രാജിവെക്കണം വിജയ്. എനക്ക് നടനായ മതി അവൻ. എനിക്ക് വിജയന് സിനിമ ഇനിയും കാണണം. ഇനി ലോകേഷ് കനകരാജൻ്റെ സിനിമകളിൽ വരണം എന്ന് ആഗ്രഹം. വില്ലനായിട്ടെങ്കിലും വന്നാൽ ഏറ്റവും ബെസ്റ്റ്. ഇനിയും സിനിമ അഭിനയിക്കാൻ പറ്റൂല. ഇനിയും മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ അതിന് സിനിമ അഭിനയിക്കാൻ പറ്റൂല. മുഖ്യമന്ത്രിക്ക് ഈ സിനിമ ഒന്നും സമയം ഉണ്ടാവില്ല. ശരിയാ ഞാൻ ആലോചിച്ചിട്ടില്ല. ശരിയാ. ക്യാബിനറ്റ് മിനിസ്റ്ററാ അങ്ങനെ നമ്മളെ മുകേഷ് ആയിട്ടുണ്ടായിട്ടേ. ഇപ്പം അവൻ അഭിനയിക്കുന്നുണ്ടാ? അവന് സെയിം അവസ്ഥയാണ്. ശരി, നല്ല വിഷയമായിരിക്കും അല്ലേ? കുറേ കാര്യങ്ങൾ ചെയ്യാനും കുറേ കാര്യങ്ങളിൽ ഇപ്പം മാറ്റം വരുത്തി. ഓക്കെ, അങ്ങനെയാണ് കാര്യം. അല്ല, ഇങ്ങനെ സംസാരിക്കുന്ന കാണുമ്പോൾ എനിക്ക് കേൾക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയെങ്കിലോ. ബ്ലോഗ്സ് അല്ല, ഗെയിമിങ്ങിനെ കുറിച്ചിട്ട്. പക്ഷെ നോക്കട്ടെ. അനന്തുവിന് ഗെയിമിംഗ് ചാനൽ തുടങ്ങാനുള്ള എല്ലാ ഭാവിയും ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവന് ഗെയിം ഭ്രാന്തനാണ് കുറച്ച്. അതെ, ഇപ്പോൾ ആവശ്യത്തിന് പവർഫുള്ളായ ലാപ്ടോപ്പ് ഉണ്ട്. അപ്പം ഓൾഡ് ഗെയിംസ് കളിക്കാൻ എനിക്ക് ഇഷ്ടം. പുതിയ ഗെയിംസ് ഒന്നും ഇൻട്രസ്റ്റ് ഇല്ല. എന്ന് വെച്ചാൽ ഓൾഡ് ഗെയിംസ് ഇത്രയും കൂടി രസമാണ്. ഗ്രാഫിക്സ് മാത്രമല്ല, ഗെയിം പ്ലേ എല്ലാം പൊളിയാണ്.
അപ്പോൾ ഞാൻ പിന്നെ ഒരു ഓൾഡ് റെട്രോ ഗെയിംസിനെ കുറിച്ചിട്ട് ഡീപ്പ് ഡൈവ്സ് റിവ്യൂസ് ഗെയിം പ്ലേ അങ്ങനെ ചെയ്തിട്ട് സ്ട്രീം ചെയ്താൽ മതി. സ്ട്രീമിംഗ് മാത്രമല്ല എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രീമിങ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാണ്. ഓക്കെ, ഇപ്പം ഇന്ത്യൻ ഐഷോ സ്പീഡാവും അല്ലേ? ആവില്ല, അനന്തപുരം ഐഷോ സ്പീഡിന് ഇഷ്ടമല്ല. അടുത്ത മിസ്റ്റർ ബീസ്റ്റ് ആവും ഞാൻ. ഓ, അപ്പോൾ നീ സ്ട്രീമിങ്ങിൽ ചലഞ്ച് ചെയ്യണം, കാർത്തിക്കെല്ലാം വിളിക്കണം, ചിക്കൻ തിന്നാലോ. ഇല്ല മിസ്റ്റർ ബീസ്റ്റ് ആവാൻ കഴിവൊന്നുമില്ല. പൈസ ക്യാപ്റ്റനാണ് ഫസ്റ്റ്, പക്ഷേ എനിക്കാണെങ്കിൽ പൈസ നല്ലോണം വേണം വെച്ചാൽ നല്ലോണം വേണം. അത്രയും പൈസ ഇട്ടിട്ടാണ്, പക്ഷെ സീറോന്നാ തുടങ്ങിയത്. ശരി, അവൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ഉണ്ടില്ല, ആ ഒരു കുറച്ച് വർഷത്തെ ശേഷം ആ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം തുടക്കം തന്നെ ഫ്യൂച്ചർ മിസ്റ്റർ ബീസ്റ്റിനെ കുറിച്ച് പറയുന്നത് അവർക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഞാൻ വെറുതെ വന്ന എനിക്ക് മിസ്റ്റർ ബീസ്റ്റ് ആണെന്നൊന്നുമില്ല, എനിക്ക് ചില യൂട്യൂബേഴ്സ് എല്ലാം അവരെ ഫോളോ ചെയ്യാവുന്നതാണ്. വീഡിയോ ഗെയിം ഡങ്കി അങ്ങനത്തെ യൂട്യൂബേഴ്സ് ഇവിടെ തന്നെ കേൾക്കുക, അങ്ങനത്തെ യൂട്യൂബേഴ്സ് എല്ലാം നല്ല ഫണ്ണിയാണ്, നല്ല വൃത്തി ഗെയിംസിനെ കുറിച്ച് അറിയുകയും ചെയ്യുക, അത് കളിക്കുകയും ചെയ്യും. അവരെ ഗെയിംസിനെ കുറിച്ചുള്ള ഇൻസൈറ്റ്സ് എല്ലാം കേൾക്കുമ്പോൾ ഗെയിം കളിക്കാൻ തോന്നും. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഗെയിം പോലും കളിക്കാൻ തോന്നും. അങ്ങനത്തെ കഴിവാണ്. അങ്ങനത്തെ ഒന്ന് തുടങ്ങണം തന്നെ ആഗ്രഹം. തുടങ്ങാണ്ടിരിക്കാനെന്ന കാരണം മടിയാ? അല്ല, സംസാരം അല്ല, വർക്ക് പ്രശ്നമില്ല. എൻ്റെ സംസാരം സ്പീഡ് കൂടുതലാണ്, നിങ്ങൾക്കെല്ലാം അറിയില്ല. ആ സ്പീഡ് കാരണം എനിക്ക് പേടിയാണ്. എനിക്ക് തന്നെ അത് ഞാൻ ഒരിക്കൽ ട്രൈ ആക്കി, പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല. കേൾക്കും തോറും ദേഷ്യം നോക്കുന്നത്. സ്പീഡ് കുറക്കാൻ നോക്കുന്നുണ്ട്, നോക്കട്ടെ, നേരെക്കോളും മെല്ലെ കുറച്ച് ബെല്ല ട്രാൻസ്ലേഷൻ ചെയ്യാൻ നോക്കിയാൽ അതിലേക്ക്. അതെന്തോ ചെറുപ്പത്തിലെ സ്പീഡ് കൂടുതലാണ്? ചെറുപ്പത്തിലെ സ്പീഡ് കൂടുതലാണ്. അതായത് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സ്പീഡ് ആണ്, ചിലപ്പോൾ ചിന്തിക്കൂല. വായ നാവിനെക്കാട്ട് തലച്ചോറിനെക്കാട്ട് മുമ്പേ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ കോൺട്രവേഴ്സി സ്ട്രീമറാവാം, പക്ഷെ അതാണെങ്കിൽ ഭയങ്കര സ്ട്രെസ്ഫുള്ളാണ്. എപ്പോഴും കോൺട്രവേഴ്സി ആക്കിക്കൊണ്ടിരിക്കണം, അതൊരു പ്രശ്നമാണ്. പക്ഷെ കോൺട്രവേഴ്സി കണ്ടന്റ് കിട്ടും എനിക്ക്, പക്ഷെ ആൾക്കാർ പിടിച്ചാലും പിടികിട്ടാ പുള്ളി പോലെ ആവും. അതല്ല പ്രശ്നം. എടാ, ബാഡ് കമൻറ്റ്സ് നമുക്ക് കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്യാം, പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മെൻ്റൽ ഹെൽത്തിന് ഭയങ്കര മോശമാണ്. അങ്ങനെ അതിൽ പിടിക്കുക. ഈ കോൺട്രവേഴ്സി കണ്ടന്നെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നെഗറ്റീവ് കമൻറ്റ്സ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എനിക്ക് എങ്ങനത്തെ ആ ചെയ്യാൻ ഇഷ്ടമുള്ളത്. നോക്കട്ടെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്ക്. അല്ലേ 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 ഓക്കെ. അപ്പോൾ നമ്മളിവിടുന്ന് ചായ പിടിച്ച് കഴിഞ്ഞു. ഇപ്പം ഇവിടുന്ന് കീയും ഗൈസ്. അങ്ങനെ നമ്മൾ സ്പൈഡർമാൻ കണ്ടു കഴിഞ്ഞ് നേരെ വന്നിരിക്കുന്ന കീച്ചയിലെ നമ്മൾ സ്ഥിരം വരുന്ന ഷോപ്പിലാണ്. ഓക്കെ, സംഗി നാട്ടിലെത്തി, അതുകൊണ്ട് മാത്രം വരുന്ന ഷോപ്പായത്. ഇവിടെ നിന്ന് എന്തെങ്കിലും മീൻ പുതിയ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ വാങ്ങിയിട്ട് പോവാം. സോ ഇതിൻ്റെ വ്ളോഗ് ഞാൻ അധികം എടുക്കുന്നത്, അതുകൊണ്ട് വരുന്നതും പോകുന്നതും എടുക്കേണ്ട വിചാരിച്ചു ജസ്റ്റ് ഇവിടെ ഇല്ല ഡിസ്കസ് ആയത്. കണ്ടോ, സോ നമുക്ക് എന്തെങ്കിലും മീൻ നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് വേഗം പോകാം. ഓക്കെ ഗൈസ്, എനിക്ക് മീനുകളിൽ കുറച്ചും കൂടി ഇഷ്ടമുള്ളൊരു മീൻ എന്ന് വെച്ചാൽ ഈ കാണുന്ന നമസ്കാരം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ മീനുകൾ. ഗൈസ്, എൻ്റെ കൈനെക്കാട്ടും വലിപ്പമുള്ളത് ആണോ? നമ്മൾ ഗോൾഡൻ ഫിഷ് എടുക്കാം. അങ്ങനെ നമ്മൾ 2 ഗോൾഡൻ ഫിഷിന് എടുത്തിട്ടുണ്ട്. പ്ലാനിലുണ്ടായിട്ടാ? ആ അതെ, രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. സാധാ ഗോൾഡനെ പോലെ. ഗൈസ്, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പം നമ്മൾ ഗോൾഡൻ ഫിഷിനെ ജസ്റ്റ് ഇങ്ങനെ അക്കരത്തിൽ വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ അവിടുത്തെ ഇവിടുത്തെയും വെള്ളം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെല്ലെ റിലീസ് ചെയ്യുള്ളൂ. ഓക്കെ, അതായത് ഇവിടുത്തെ വെള്ളം അതിന് കുറച്ചും കൂടെ പരിചയം ആവണം. അതിനെ നമ്മൾ അക്ലിമേറ്റ് ചെയ്യുക എന്ന് പറയും. ഓക്കെ, ഡിസ്കസ് എല്ലാം ഇവിടെ ഉണ്ട്. ബാക്കി അക്കീരം ഫുള്ളായതുപോലെ ഇല്ലേ നിങ്ങൾ നോക്കുമ്പോൾ?
ചെറുതായിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഗോൾഡൻ ഫിഷിനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. പിന്നെ ഈ അക്വേറിയം ജസ്റ്റ് സെറ്റാക്കാനുണ്ട്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം കുറച്ച് ഒരു 10-15 മിനിറ്റ് വെച്ചു അല്ലേ. അപ്പം നമ്മളിപ്പം റിലീസ് ചെയ്യും. മെല്ലെ മെല്ലെ ചെറിയതായിട്ട് ഇങ്ങനെ വെള്ളം, നമ്മൾ അക്വേറിയത്തിലെ വെള്ളം ആ കവറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മെല്ലെ മെല്ലെ കയറ്റിയിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ മെല്ലെ റിലീസ് ചെയ്യും. ഓക്കെ, അതായത് ആ വെള്ളം ഈ വെള്ളം ഒന്ന് മിക്സായിട്ട് രണ്ടിൻ്റെയും ഒരു ഇതറിയണ്ടേ, അങ്ങനെ നമ്മളിങ്ങനെ റിലീസ് ചെയ്യും മെല്ലെ. സോ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ചാൽ പെട്ടെന്ന് മീൻ വെള്ളം മാറുമ്പോൾ ചിലപ്പോൾ മീൻ എന്തെങ്കിലും പറ്റാൻ സാധ്യതയുണ്ട്. ഗോൾഡൻ ഫിഷിനെ കാണിച്ചത് നമ്മളെ ഓൾറെഡി ഉണ്ടായ ജില്ലയിലെടുത്തിട്ട് ഇപ്പം വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ജില്ലിയിടുക ഗോൾഡൻ ഫിഷിന്. കലങ്ങും. നമ്മളിങ്ങനെ ചെറുങ്ങനെ ആയിട്ടിടും. ഒരുമിച്ചിട്ടാൽ നല്ല വൃത്തി കലങ്ങും. അതുകൊണ്ടും മെല്ലെ മെല്ലെ ഇങ്ങനെ ഇടും. നമ്മൾ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലം വരെ വന്നിട്ട് തിരിച്ചു പോവുക. ഓക്കെ, സോ 2 കുഞ്ഞുമക്കൾ രസമുണ്ടല്ലോ അല്ലേ. സോ നമ്മളിങ്ങനെ പോവുക. ഓക്കെ, അതന്നെ ചിന്മയ വിട്ടു അതിൻ്റെ ഗ്രാമപ്രദേശത്തോടെ ഇങ്ങനെ പോവാം. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സോ നാളെ ഇതിലും നല്ല വ്ളോഗായിട്ട് വരാൻ നോക്കാം. ഓക്കെ, ബൈ.